ചേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിഷമിപ്പിക്കുന്നതെന്ന് കരുതിയല്ലോ ഞങ്ങള്. ഇല്ല, വിഷമിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയില് നിങ്ങൾ എത്തിയതിന് പിന്നെ ഞാനാണല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷിക്കാം. കാറ്റും വെള്ളത്തിൽ കയറാത്തൊരു വീടും നിങ്ങൾ ഇതിലെ സ്ഥലം ഉണ്ടായത് ബാത്റൂമിൽ വെള്ളം നന്നായിട്ട് വരുന്നില്ല. വരുന്ന വെള്ളം പിടിച്ചു വയ്ക്കണം ബക്കറ്റിലാണെങ്കിലോ ഇത്ര ഇനി മേലില് എന്നെ അങ്ങോട്ട് വിളിച്ചു പോകരുത്. അദ്ദേഹത്തെ തല്ലിയത് വളരെ മോശമായിരിക്കും. എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറ്റിപ്പോയതാണ്. പ്രശ്നം ഉണ്ടാക്കാതെ പ്രശ്നങ്ങൾ തീർക്കാനും എനിക്കറിയാം. മാഷോട് ഞാൻ സംസാരിക്കാം. മാഷിനോട് കൊടുക്കണം. മാഷിനെ വെറുതെ പറഞ്ഞതല്ല, പോലീസിന് വിളിക്കുക. അത് ചെയ്തില്ല. അത് സമ്മതിക്കാനുള്ള മനസ്സുണ്ട്. ഞാൻ കാരണം ഒരാളും വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സത്യം പറയണേ, എന്നെ പറ്റിച്ച പണത്തിൽ നിന്ന് നിനക്ക് എത്ര ശതമാനം പങ്ക് കിട്ടി? പറയാം. അതോ ഇവനെ മുന്നിലെടുത്ത് നീയാണോ പണം മുഴുവൻ തട്ടിയെടുത്തേ? നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളടാ. നെഞ്ചുരുകി ഞാൻ പറയാ. കതിർ മണ്ഡപത്തിൽ നിന്നൊരു പെണ്ണിനെ അവളുടെ കുടുംബത്തെ കരയിപ്പിച്ചവനവൻ. ഇവളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും അവനില്ല. ഇവളുടെ മനസ്സ് വേദനിപ്പിച്ചതിനും ദൈവം തന്ന ശിക്ഷ നിന്നെ ഈ നിലയിലെത്തിച്ചേ. നീ എന്റെ ജീവിതം കൂടെ തുറക്കണം. എന്ന് നീ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചത് ഞാനാ. അല്ല, അതിലൊരു പ്രശ്നമുണ്ടല്ലോ. കണക്ക് നോക്കി ആ കാശ് മുഴുവൻ എനിക്ക് അവകാശപ്പെട്ടതല്ല. എന്റെ കാശ് തരാതെ ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. ശ്രുതിയുടെ തിരിച്ചുവരവോടെ രേവതിക്ക് മുന്നിൽ വെല്ലുവിളിയുമായി ചന്ദ്രവതി. ആ ചായ എടുത്തവന് കൊടുക്കും. പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല. അത് ശരി. അപ്പൊ അഹങ്കാരം. അപ്പോഴും രേവതിക്ക് താങ്ങായി സച്ചി. നിന്റെ കൈ കൊണ്ട് ഇട്ട ചായത്തിനാ ഇവന് കൊണ്ട് കൊടുക്കുന്നത്. മേലിൽ ഇവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ദേവതയോട് പറയരുത്. നിങ്ങളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയും കഴിപ്പിച്ചു. അതെന്തിനാ എന്റെ പേരിൽ താൻ? ഇഷ്ടമുള്ളത് എന്താന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. സ്നേഹാർദ്ര നിമിഷങ്ങളുടെ ഹൃദയഹാരിയായ കഥാഗതിയുമായി ചെങ്കണ്ണൂർ പോവ്. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക്.